AIMUP സ്കൂൾ മേൽമുറി സൌത്ത് ഇലക്ഷൻ നിർണയം 2024-25 സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ജനാധിപത്യത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ജനകീയമായി നടത്തി. സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് 13 മത്സരാർത്ഥികളും ജനറൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് 11 ആർട്ട് സെക്രട്ടറി സ്ഥാനത്തേക്ക് 9 ആളുകളും മത്സരിച്ചു. ഇലക്ഷൻ ഓഫീസർമാരായി കുട്ടികൾ തന്നെ വരുകയും വോട്ടിംഗ് മെഷീന്റെ സഹായത്തോടെ ശാസ്ത്രീയമായും ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചും ഇലക്ഷൻ മാതൃകാപരമായി നടത്താൻ സാധിച്ചു. വോട്ടെണ്ണൽ 7/7/2024 പൂർത്തിയായി. അതെ, എനിക്ക് വിജയപ്രതീക്ഷ ഉണ്ട്. ഞങ്ങള് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. അസ്നാശരി സൗപർണിക 7. ഇലക്ഷൻ നല്ല രീതിക്ക് നടക്കുന്നുണ്ട്. ഒരു ആകാംക്ഷ ഉണ്ട് എല്ലാവർക്കും, ആരാ ജയിക്കുക എന്നുള്ളത്. ആർട്ട് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ഞാൻ സ്കൂൾ സ്ഥാനാർത്ഥിയായി നിൽക്കാണ്. എല്ലാവരോടും വോട്ട് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എനിക്ക് ഉറപ്പുണ്ട് വോട്ട് കിട്ടുന്നത്, ഞാൻ ജയിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്. വിജയസാധ്യത മിനിമം 99% കൂടി എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ കസാര എന്നുള്ള ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. നല്ല വിജയസാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ട്, നല്ല പ്രതീക്ഷ ഉണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഞാൻ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. എൻ്റെ പേര് വൃന്ദ. ഞാൻ AVP ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. എൻ്റെ ചിഹ്നം ബാഗാണ്. ഞങ്ങൾ എല്ലാ ക്ലാസ്സുകളിലും പ്രചരണം നടത്തിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വിജയ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഈ റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇലക്ഷൻ പ്രചരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് ഫാത്തിമ റാനിയ. ഞാൻ A ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ജനറൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. എൻ്റെ ചിഹ്നം ബോക്സ്. അപ്പോൾ ഞാൻ എല്ലാവരും പ്രചരണം നടത്തിയിട്ടുണ്ട്. എല്ലാവരും റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുകയായിരിക്കണം. അപ്പോൾ ഞാൻ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എൻ്റെ പേര് ഫാത്തിമ റിദ PT C ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ജനറൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. എൻ്റെ ചിഹ്നം തൊപ്പിയാണ്. എനിക്ക് പ്രതീക്ഷ ഉണ്ട് ജയിക്കുമെന്നൊക്കെ. പക്ഷെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വിചാരിക്കണം. എല്ലാ വർഷവും നമ്മുടെ സ്കൂൾ നടക്കുന്നത് പോലെ തീർത്തും ജനാധിപത്യ രീതിയിലാണ് നമ്മുടെ ഈ വർഷത്തെ വോട്ടെടുപ്പ് നടക്കുന്നത്. കുട്ടികൾ തന്നെ എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥന്മാരായി, അതുപോലെ തന്നെ സ്പെഷ്യൽ പോളിംഗ് ഓഫീസേഴ്സായും പ്രിസൈഡിംഗ് ഓഫീസേഴ്സായും കുട്ടികൾ തന്നെ പൂർണ്ണമായി നടത്തുന്ന ഒരു വോട്ടെടുപ്പാണ്. അപ്പോൾ നമ്മുടെ വോട്ടിൻ്റെ ബാലപാഠങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ കണ്ടറിയാനും കുട്ടികൾക്ക് ഈ അവസരം ഒരുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഉച്ചയ്ക്ക് 2ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ വോട്ടിംഗ് എണ്ണി വിജയികളെ തിരഞ്ഞെടുക്കുന്നതാണ്. സ്കൂൾ ലീഡർ, അതുപോലെ തന്നെ സായി സമാജ് സെക്രട്ടറി, സ്പീക്കർ തുടങ്ങിയ സ്ഥാനങ്ങളിലേക്കാണ് വോട്ടിംഗ് നടക്കുന്നത്. കുട്ടികളെല്ലാവരും വളരെ ആവേശത്തോടെയാണ്. കൃത്യം 10 മണിക്ക് വോട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം വോട്ടിംഗ് ഒരു 50% ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടികളെല്ലാം വളരെ ആവേശത്തിലാണ്. കുട്ടികളും ടീച്ചേഴ്സും എല്ലാ ടീച്ചേഴ്സും പൂർണ്ണമായും ഇതിനോട് സഹകരിക്കുന്നുണ്ട്. അതുപോലെ PTA അംഗങ്ങളും എല്ലാവരും നമ്മുടെ ഈ വോട്ടിങ്ങിനോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. അതായത് ഇന്ന് നമ്മുടെ UP തലത്തിലും LP തലത്തിലും ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ തലത്തിലേക്ക് മത്സരിക്കുന്ന സ്കൂൾ ലീഡർ, അതുപോലെ സ്പീക്കർ, LP സ്കൂൾ ലീഡർ, സാഹിത്യ സമാജ് സെക്രട്ടറി, ക്യാപ്റ്റൻ എന്നീ 6 തരത്തിലേക്കാണ് മത്സരം നടക്കുന്നത്. കുട്ടികളെല്ലാം വളരെ ആവേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ജനാധിപത്യ രീതിയിൽ കുട്ടികൾക്ക് ഒരു മാതൃകയായിട്ടാണ് ഈ വോട്ടെടുപ്പ് നടത്തുന്നത്. കുട്ടികളെല്ലാവരും ഇതിൽ വളരെ ആവേശത്തോട് കൂടിയിട്ടാണ് പ്രചരണവും ഓരോ ഘട്ടവും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം, അതുപോലെ തന്നെ കുട്ടികളെ പിൻവലിക്കൽ, സ്ഥാനാർത്ഥികളുടെ വോട്ടിങ്ങിന് ചോദിച്ചുകൊണ്ടുള്ള പര്യടനം എല്ലാതും നമ്മൾ ഓരോ മുറയ്ക്ക് നടത്തി ഇന്ന് അതിൻ്റെ സമാപ്തി കുറിക്കുകയാണ്. ഇന്ന് ഇലക്ഷൻ്റെ വോട്ടെടുപ്പ് ഇന്ന് തന്നെ നടക്കും. റിസൾട്ട് ഇന്ന് തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. നമ്മുടെ വിദ്യാലയത്തിൽ തികച്ചും ജനാധിപത്യ രീതിയിലുള്ള ഒരു ഇലക്ഷൻ നടക്കുകയാണ്. കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് അതിൻ്റെ പ്രവർത്തനത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. അതിനൊപ്പം തന്നെ PTA എല്ലാവിധ സപ്പോർട്ടും നൽകുന്നുണ്ട്. കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ ജനാധിപത്യ മൂല്യങ്ങൾ മനസ്സിലാക്കുന്നതിനും 2 രീതിയിലും നമ്മൾ വോട്ടിംഗ് നടത്തുന്നുണ്ട്. സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് ബാലറ്റ് പേപ്പറിലും മറ്റ് സ്ഥാനങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ വഴിയുമാണ് നമ്മൾ ഇലക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് 2 രീതിയിലുള്ള ഇലക്ഷനും പരിചയപ്പെടാനും അവർക്ക് വളരെ വിജയപ്രതീക്ഷയിലാണ്. ഓരോ സ്ഥാനാർത്ഥികളും വളരെ ആകാംക്ഷയിലാണ്. ഞങ്ങൾ മർക്കസിൽ നിന്ന് DLED
കോളേജിൻ്റെ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് 45 ദിവസത്തെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷനിൽ ഒരു ഭാഗമാവാൻ പറ്റിയത് ഞങ്ങൾ സന്തോഷം തോന്നുന്നു. കാരണം കുട്ടികളൊക്കെ ഇലക്ഷന് നല്ലൊരു ചൂടിലാണ്, നമുക്കത് എല്ലാവരും മുഖത്ത് തന്നെ കാണാൻ പറ്റും. അപ്പോൾ അധ്യാപകരായാലും എല്ലാവരും നല്ല സഹകരണത്തോട് കൂടിയിട്ടും അതേപോലെ തന്നെ നമുക്ക് കാണാൻ തന്നെ അറിയാം എല്ലാവരും ഫുള്ള് ഉഷാറായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. PTA മെമ്പേഴ്സ് ആണെങ്കിലും എല്ലാവരാണെങ്കിലും. അപ്പോൾ ഇതിൽ ഭാഗമാവാൻ കഴിഞ്ഞാൽ ഒരു സന്തോഷം. ഫലപ്രഖ്യാപനം 8/7/2024 നടത്തി. സ്കൂൾ ലീഡറായി 7C ക്ലാസ്സിലെ മുഹമ്മദ് മുസ്തഫയെയും അസിസ്റ്റന്റ് ലീഡറായി 7A ക്ലാസ്സിലെ സയ്യാദ് സാദിനെയും തെരഞ്ഞെടുത്തു. സാഹിത്യ സമാജം സെക്രട്ടറിയായി 7D ക്ലാസ്സിലെ റുഷ്ദയെയും അസിസ്റ്റന്റ് സാഹിത്യ സമാജം സെക്രട്ടറിയായി 7A ക്ലാസ്സിലെ ആരാധ്യയെയും ജനറൽ ക്യാപ്റ്റനായി 7C ക്ലാസ്സിലെ അമൽ മുഹമ്മദിനെയും അസിസ്റ്റന്റ് ജനറൽ ക്യാപ്റ്റനായി 7D ക്ലാസ്സിലെ ഷംല KPയെയും തെരഞ്ഞെടുത്തു. LP തലത്തിൽ നിന്നും സ്കൂൾ ലീഡറായി 3B ക്ലാസ്സിലെ ആയിഷ നൂറയെയും അസിസ്റ്റന്റ് LP സ്കൂൾ ലീഡറായി അദ്വൈത് 4Dയെയും LP സ്പീക്കറായി ശ്രീലിയ മോഹനെയും അസിസ്റ്റന്റ് സ്പീക്കർമാരായി ഹൃദ്യ 4C, അനുഷ്ക 3C എന്നിവരെയും തെരഞ്ഞെടുത്തു. HM അമൃത ടീച്ചർ, മാനേജർ കൃഷ്ണകുമാർ, സ്റ്റാഫ് സെക്രട്ടറി ഷഹർബാൻ, ഫൈസൽ മാസ്റ്റർ, ഇക്ബാൽ മാസ്റ്റർ, ലതീഷ് മാസ്റ്റർ, അസ്മ ടീച്ചർ, അമീൻ മാസ്റ്റർ, അൻസാർ അലി മാസ്റ്റർ എന്നിവർ ചേർന്ന ഇലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. PTA പൂർണ്ണ പിന്തുണയും സഹായവും ഇലക്ഷൻ ഗംഭീരമാക്കി. PTA പ്രതിനിധികളായ സിദ്ദിഖ്, പ്രശാന്ത്, പ്രകാശൻ, സുരേഷ് എന്നിവർ ഇലക്ഷന്റെ ഭാഗമായി. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.